എന്നതിന് ശേഷം പൂവ് വെച്ചു കൊടുത്തു. പൂവും മുട്ടൊക്കെ വെച്ചു. ഇനി അവിടെ നേതിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. കൽക്കണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പൂവെടുത്തിട്ട് ജലത്തിലും തൊട്ടിട്ട് ആ കൽക്കണ്ടത്തിന് മേലെ വയ്ക്കും. ഇപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു പുറപ്പെടലൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് വേണം പ്രസാദിച്ചു എന്നിട്ട് പ്രവർത്തിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പൂവിൻ്റെ പോലെ വെച്ചോ കൽക്കണ്ടത്തിൻ്റെ മേലെ. എന്നിട്ട് ഒരു പൂവെടുത്തിട്ട് അതിൽ തൊട്ടിട്ട് ആ വിളക്കിലേക്ക് സമർപ്പിക്കും. ഒരു പൂവെടുത്ത് അങ്ങനെയൊക്കെ തൊട്ട് വിളക്കിലേക്ക് സമർപ്പിക്കുക. ഒന്നും നമ്മൾ ഊട്ടി കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കണം കേട്ടോ. എന്നൊക്കെ അറിയുന്ന പോലെ ചെയ്യാം. നൈവേദ്യം സമർപ്പയാമി. നൈവേദ്യം കൊടുക്കണം. എനിക്ക് നൈവേദ്യം സമർപ്പിച്ചു. ഇനി നമ്മൾ ജലം ഒന്ന് കൈ കൊണ്ട് നനയ്ക്കുക. വെള്ളം കൈയൊന്ന് തുടയ്ക്കുക. നമ്മൾ തുടച്ചാൽ മതി. ഇനി നമ്മൾ അനുഷ്ഠിക്കേണ്ടത് വെക്കിലെ അടയ്ക്ക് കയ്യിലെടുക്കും. താമ്പോലം സമർപ്പിക്കാൻ വെക്കിലെ അടയ്ക്ക് കയ്യിലെടുത്ത് തൊഴുത് പിടിക്കും. നന്നായിട്ട് മനസ്സിൽ തൊഴുത് പിടിക്കുക. വെക്കിലടിക്കവിടെ വെക്കിലടിക്കുണ്ടോ? ഇല്ലാത്തവരുടെ കൈ ഒന്നിക്കോ. ശരി, എന്നാ പൂവെടുത്ത് കൈ പിടിച്ചോളൂ. വെക്കിലടിക്ക് ഇല്ലാത്തവർ പൂവെടുക്കുക. പൂവെടുത്തോളൂ. പൂവെടുത്തിട്ട്